പുതുവത്സരത്തിലും ആശങ്കയായി തീരുന്നത് ഈ ക്രിസ്മസിന്റെ ആഘോഷവേളയിൽ ഉത്തരേന്ത്യയിൽ പൊതുവെ നമ്മൾ കണ്ട ഈ ക്രൈസ്തവ വിശ്വാസികളോടുള്ള ആക്രമണവും പ്രതിഷേധവും ഒക്കെയാണ്. ആശങ്കയൊഴിയാതെ മതപരിവർത്തനം ആരോപിച്ച് മഹാരാഷ്ട്രയിൽ അറസ്റ്റിലായ മലയാളി വൈദികൻ സുധീറിനും ഭാര്യ ജാസ്മിനുമൊപ്പം നാഗ്പൂർ കൊണ്ടാലിയിൽ നിന്ന് അലി അക്ബർ ഷാ ചേരുന്നുണ്ട്. അലി, വെരി ഗുഡ് മോർണിംഗ്. അലി, നമ്മൾ ഈ വൈദികനെയും കുടുംബത്തെയും കണ്ടു. സുധീറിന്റെയും ജാസ്മിന്റെയും വിവരങ്ങളാണ് ഈ വാർത്താ പ്രഭാതത്തിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആശങ്ക നിറഞ്ഞതാണ്. അവിടേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ അവർ ജാമ്യത്തിലായി എന്നുള്ളത് ചെറിയ ആശ്വാസമാണെങ്കിലും ആശങ്ക അവസാനിക്കുന്നില്ല, അല്ലേ അലി? ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ പറയൂ രണ്ടുപേർക്കും. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നാഗ്പൂരിലെ കൊണ്ടാലി ഗ്രാമത്തിലാണ്. ഇവിടെയുണ്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ വൈദികനായിട്ടുള്ള സുധീറും ഭാര്യ ജാസ്മിനും. അതുപോലെ ഇവിടെ കാണാം പ്രദേശവാസികളായ കുറച്ച് ആളുകളുണ്ട്. ഇവിടെ നല്ല ക്ലൈമറ്റ് വളരെ തണുപ്പാണ്, അതുകൊണ്ട് അവർ തീ കായുകയാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ജാമ്യം കിട്ടി എന്ന് പറയുമ്പോഴും ഈ പുതുവർഷം ഒട്ടും സുഖകരമായിരുന്നില്ല ഫാദർ സുധീറിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഫാദർ അരുൺകുമാർ എന്തായാലും ഹാപ്പി ന്യൂ ഇയർ പറയുന്നു. പക്ഷെ ആ ന്യൂ ഇയറിന്റെ തുടക്കം ഒട്ടും ഹാപ്പി ആയിരുന്നില്ല, അല്ലേ? തീർച്ചയായിട്ടും ന്യൂ ഇയറിന്റെ തുടക്കം യഥാർത്ഥത്തിൽ ഹാപ്പി ആയിരുന്നു. ന്യൂ ഇയർ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ആണ്. ഈ ലാസ്റ്റ് വർഷാന്ത്യം എന്ന് പറയുന്നത് അത്ര ഹാപ്പി ആയിരുന്നില്ല. എന്നാലും എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ന്യൂ ഇയറിന്റെ ആശംസകൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിപ്പോ ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് ഈ നിലയിൽ ഇത്തരത്തിലൊരു നീക്കത്തിന് നേതൃത്വം കൊടുത്തതെന്ന് തന്നെയാണ് പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ട് നേതൃത്വം കൊടുത്തെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു 4 കിലോമീറ്റർ അപ്പുറത്തു നിന്നുള്ള ഗ്രാമത്തിലുള്ള ലോനി എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള ആളുകളാണ് അവിടെ വന്നിട്ട് അവരിൽ നിന്ന് ഒരു ഫാമിലി എന്തോ അവർ അറ്റാച്ച് ചെയ്തിട്ട് ഇത്രയും ഭീകരമായൊരു പ്രശ്നം ഉണ്ടാക്കിയത്. പോലീസിനെ കൂടെ ആ തക്ക സമയത്ത് കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ടാണ് അടിയിട്ടാതെ രക്ഷപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ടും പുറകിൽ നിന്ന് ആരൊക്കെ ചവിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ദൈവകൃപയാൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതായത് നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നിങ്ങൾക്കെതിരെ നടപടി എടുത്തത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? നിങ്ങൾ അങ്ങനെ ഒരു നീക്കം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അങ്ങനെ ഒരു ചിന്താഗതിയിലോട്ടല്ല സഭ നിൽക്കുന്നത്. ഇത് ഇപ്പം നമ്മുടെ വിശ്വാസത്തിൽ ഇപ്പോൾ CSI സൗത്ത് കേരള ഡയോസിസിൻ്റെ അല്ലെങ്കിൽ CSIയുടെ വിശ്വാസം, സൗത്ത് കേരള ഡയോസിസ് ആവാം, സെൻട്രൽ കേരള ആകാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആകാം. അപ്പോൾ നമ്മുടെ വിശ്വാസികൾ അവിടെ നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസികൾ നമ്മുടെ വിശ്വാസവുമായിട്ട് ചേർന്ന് നിൽക്കുകയും നമ്മുടെ സംവിധാനത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. അവരുടെ ഇടയിൽ അവർക്ക് ആരാധന നടത്തേണ്ട ചുമതല നമുക്കുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇപ്പോൾ അത് കൽമേശ്വറാവട്ടെ, അതിപ്പോൾ ഞാനിവിടെ താമസിക്കുന്ന ഈ സ്ഥലത്താവട്ടെ, അവർ നേരത്തെ ഇവിടെ വിശ്വാസികളായിട്ട് ഉണ്ടായിരുന്ന ആളുകളാണ്. ഞങ്ങളുടെ എല്ലാ മറ്റ് വിശ്വാസികൾ അവരിവിടെ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികളെന്ന് അറിയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ആരാധന നടത്താമോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഞങ്ങളുടെ ആരാധനയിലൂടെ അവരെ പങ്കെടുപ്പിക്കുന്നു എന്നുള്ളതാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ പ്രശ്നം ഉണ്ടായ വീട്ടിൽ നിങ്ങൾ സത്യത്തിൽ എത്തിയത് എന്തിനായിരുന്നു? ഒരു ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു, അതോ ക്രിസ്മസ് ആഘോഷമായിരുന്നു? എന്തായിരുന്നു ലക്ഷ്യം? യഥാർത്ഥത്തിൽ അദ്ദേഹം ഞങ്ങളോടുകൂടെ കൽമേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന ആളാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം പല സ്ഥലങ്ങളിൽ മാറി വാടകയ്ക്ക് താമസിക്കുമ്പോഴും അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, CSI സഭ അംഗമാണ്. എന്ന് പറഞ്ഞാൽ CSI ആരാധനയുമായിട്ട് ചേർന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ സ്ഥലം എവിടെ താമസിച്ചാലും ബർത്ത്ഡേ പാർട്ടിക്ക് എന്ത് ചെയ്യുന്ന ഞങ്ങളെ വിളിക്കും ഈ സമയത്ത്. അപ്പോൾ അതിന് വിവാഹ വാർഷികത്തിനോട് ചേർന്ന് വരുന്ന ദിവസമാണ്. അപ്പോൾ ഞങ്ങളെ വിളിക്കും, ഞങ്ങളവിടെ പോവും, എന്ത് ചെയ്യുന്നു, അദ്ദേഹം ആഹാരമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ എന്ത് ചെയ്യും, സ്വീകരിക്കും. അത് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴാണ്, കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം ഈ സ്ഥലത്ത് ഒരു ഷെഡ്, അത് ഗവൺമെൻറ് ആവാതി, അതായത് നമ്മുടെ ഗവൺമെൻറ് ഭൂമി അവർക്ക് പതിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട് ഗ്രാമങ്ങളിൽ. അപ്പോൾ അവിടെ ഒരു ഷെഡ് അദ്ദേഹം ചെയ്ത്, അല്ലെങ്കിൽ ചോപ്പട എന്ന് നമ്മൾ പറയും, ഒരു കുടിൽ അവിടെ ചെയ്തിട്ട് അദ്ദേഹം അതിൻ്റെ ഇനാഗുറേഷൻ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പോയി അങ്ങനെ പ്രാർത്ഥിച്ച് കയറുന്നു. അല്ലാതെ അവിടെയാണ് ഈ ബർത്ത്ഡേ പ്രോഗ്രാമിന് വേണ്ടി പോകുന്നത്. അപ്പോൾ ബർത്ത്ഡേ പ്രോഗ്രാമിന് വേണ്ടി പോകുമ്പോൾ അദ്ദേഹം വെളിയിൽ ഷെഡ് ഇട്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചത് അകത്തായിരിക്കും എന്നാണ് വിചാരിച്ചത്, വെളിയിൽ ഷെഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഈ ഗ്രാമത്തിൽ വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മളതിന് വേറെ ഒന്നുമില്ലല്ലോ, ഞങ്ങളുടെ ജസ്റ്റ് ഒരു പ്രോഗ്രാം ഇതല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അദ്ദേഹം ബർത്ത്ഡേ കേക്കാണ് കൊണ്ടുവന്ന് വെച്ചു. ഞാൻ തന്നെയാണ് ബർത്ത്ഡേ കേക്ക് ഓപ്പൺ ചെയ്തത്. പിന്നെ അതിൽ സംഭവിച്ചൊരു കാര്യം, 1-2 ക്രിസ്മസ് പാട്ടുകൾ പാടി. കാരണം അത് ഈ സമയത്ത് ഞങ്ങളുടെ വിശ്വാസിയാണ്, ഞങ്ങളുടെ വിശ്വാസിൽ ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ക്രിസ്മസ് പാട്ടുകൾ പാടാം. പിന്നെ പോലീസ് പറഞ്ഞൊരു കാര്യമാണ് കേസക്ക് ധരിച്ചു എന്നുള്ളത്, സ്ഥാനവസ്ത്രം ധരിച്ചു. ഞാൻ ചോദിക്കുന്നത്, എപ്പോൾ മുതലാണ് സ്ഥാനവസ്ത്രം ധരിക്കാൻ പാടില്ല? ഭാരതദേശത്തിൽ സ്ഥാനവസ്ത്രം വിശ്വാസിയുടെ മുമ്പിൽ പോലും ധരിക്കാൻ പാടില്ല എന്നുള്ള അവസ്ഥ എന്ന് മുതലാണ് വന്നത് എന്നൊന്ന് പറഞ്ഞു തന്നാൽ അറിയാം. മറ്റെല്ലാവർക്കും ധരിക്കാൻ പറ്റുന്നുണ്ട്. മറ്റെല്ലാ മതങ്ങളെന്ന് പറയുന്നത് ഒരുപാട് മതങ്ങൾ ചേരുന്നതാണ്, ഒരു മതസൗഹാർദ്ദമായ ഒരു രാജ്യമാണ്. ഇവിടെ എല്ലാവർക്കും അവരവരുടെ സ്ഥാനവസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഈ പോലീസ് സ്റ്റേഷനിൽ എന്താണ് സംഭവിച്ചത്? MLA ഉൾപ്പെടെ താങ്കളെ ഈ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിന് നേതൃത്വം നൽകിയെന്ന് താങ്കൾ കരുതുന്നുണ്ട്? തീർച്ചയായിട്ടും അതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അവർക്ക്
അവരിപ്പോൾ ചിന്തിക്കുന്നത് ഇതൊരു എന്നുള്ള നിലയിലാണ് ചിന്തിക്കുന്നത്, ഇതൊരു ഇരയാണ് എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ പോലും ഇല്ല. അത് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സഹായിക്കാൻ, ഒരു യുദ്ധഭൂമിയിൽ പോലും സഹായിക്കാനായിട്ട് മറ്റൊരാളിന് വരാനായിട്ട് സ്വാതന്ത്ര്യമുണ്ട്. മറ്റുള്ള മരുന്നുകൾ കൊടുക്കാം, ആഹാരം കൊടുക്കാം, ഒക്കെ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇവിടെ പോലീസ് സ്റ്റേഷനകത്ത് പോലും ഞങ്ങളുടെ 3-4 സുഹൃത്തുക്കൾ വന്നപ്പോൾ അവരെ അടിക്കുകയും അവരെ കണ്ണടയൊക്കെ വലിച്ചു പൊട്ടിക്കുകയും അവരുടെ വാഹനത്തെ കത്തിക്കാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവസാനം അവരകത്ത് കയറ്റി, പോലീസ് അകത്ത് കയറ്റിയാണ്. അവസാനം ഈ ആരുടെ നിർബന്ധം കൊണ്ടാണെന്ന് അറിയില്ല, അവർക്കെതിരെ FIR ഫയൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അവരാണ് ബ്ലാങ്കറ്റ് കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾക്ക് ഒരുവിധം ആ തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റിയത്. ഇത്തരത്തിൽ നിങ്ങൾ നേരത്തെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ നാഗ്പൂരിൽ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ? മറ്റൊരു പ്രദേശത്തും ഇത്തരത്തിൽ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും ഭീകരമായ രീതിയിൽ, ഇത്രയും ചേർന്ന് വരുന്ന രീതിയിൽ, ഇത്രയും ആളുകൾ ചേർന്ന് നേരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ആക്രമണം ഒരിക്കലും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പല സ്ഥലങ്ങളിലും അവർ അടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, ബുദ്ധിമുട്ടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അരുൺ, ഇതാണ് ഫാദർ പറയുന്നത്. അതായത് ഇത്തരത്തിൽ നേരത്തെയും പലതവണ തനിക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും സംഘടിതമായ ഒരു ആക്രമണം ഇത് ആദ്യമായാണ് ഉണ്ടാകുന്നത്. ഒരു ക്രിസ്മസ് പാട്ട് അവിടെ പ്ലേ ചെയ്തിരുന്നു, അതിനപ്പുറത്തേക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. അതിനപ്പുറത്തേക്കുള്ള ഒരു തരത്തിലുള്ള മതപരിവർത്തന നീക്കവും തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് ഈ ആക്രമിച്ചത്, അതിനൊരു MLA-യുടെ നേതൃത്വവും ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും വലിയ ആശങ്ക ഒരു പുതുവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ വരുന്നു. നിരന്തരം ഇത്തരത്തിൽ ക്രൈസ്തവ പുരോഹിതന്മാർ ആക്രമിക്കപ്പെടുന്ന വാർത്ത നിരന്തരം ഈ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നതിനിടയിൽ ഏറ്റവും ഒടുവിലത്തെ ഇരയായി ഫാദർ സുധീറിനെ കൂടി നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ അവർക്ക് ജാമ്യം ലഭിച്ചു എന്ന് പറയുമ്പോഴും അതിനപ്പുറത്തേക്ക് വലിയ ആശങ്ക അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. നാഗ്പൂരിന്റെ പല ഭാഗങ്ങളിലും നേരത്തെയും തങ്ങൾ ഈ നിലയിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, തങ്ങൾക്ക് പിന്നാലെ വടികൊണ്ട് ആളുകൾ ഓടിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നെല്ലാം പറയുന്നു. പക്ഷേ ഇത്രയും ഭീകരമായ സംഘടിതമായ ഒരു അകപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു നിയമപരമായി ലോക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം ഇത് ആദ്യമായിട്ടാണ് എന്നും ഫാദർ സുധീർ പറഞ്ഞു വെക്കുന്നു. വലിയ ആശങ്ക CSI വിഭാഗത്തിനാകെ ഉണ്ട് എന്ന് അലി. ബാക്കിലെ സുധീറിന്റെയും ജാസ്മിന്റെയും കുഞ്ഞ് അടക്കമുണ്ട് അല്ലേ? അവരടക്കം ഹാപ്പി ന്യൂ ഇയർ നിൽക്കുകയാണ്. മോളടുത്തും കൂടി ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞോളൂ. അച്ഛനും അമ്മയൊക്കെ ജയിലിൽ പോയ സമയത്ത് അല്ലെങ്കിൽ പോലീസ് കൊണ്ടുപോയ സമയത്ത് ടെൻഷൻ അടിച്ച് കാണും. ഹാപ്പി ന്യൂ ഇയർ. ഒരു പുതിയ വർഷമായിരുന്നു. എന്താണ് ഇന്നലെ ഉണ്ടായ അവസ്ഥ? മോളുടെ പേരെന്താണ്? അനുഗ്രഹയ്ക്ക് പേടി തോന്നിയോ? ഇന്നലെ ഉണ്ടായ അവസ്ഥ എന്തായിരുന്നു അവസ്ഥ? പിടിച്ചോണ്ട് പോയപ്പോ ചെറുതായിട്ട് പേടിച്ചു തോന്നി. പിന്നീട് എല്ലാവരും പറഞ്ഞ് പേടിക്കരുത് എന്നൊക്കെ പറഞ്ഞത് എനിക്ക് പിന്നെ പേടിച്ചു തോന്നി. മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അനുഗ്രഹിക്കുക എവിടെന്നെങ്കിലും ഫാദറിന്റെ കൂടെ പോകുമ്പോ? ചപ്പാറയിൽ ഒരു പ്രാവശ്യം നടന്നിട്ടുണ്ട്. അനുഗ്രഹിക്ക് എത്ര വയസ്സായി? എനിക്ക് 9 വയസ്സായി. 9 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് നേരത്തെയും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭീകരത ആലോചിക്കാം സ്വാഭാവികം. അതാ സ്റ്റുഡിയോയിൽ നിന്ന് അരുൺകുമാർ അനുഗ്രഹിക്ക് ഹാപ്പി ന്യൂ ഇയർ പറയുന്നുണ്ട്. ഹാപ്പി ന്യൂ ഇയർ അനുഗ്രഹ, ഹാപ്പി ന്യൂ ഇയർ ജാസ്മിൻ, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അവിടെയുള്ള എല്ലാ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്കും ഒപ്പം ഈ കുടുംബത്തെ സഹായിക്കാൻ എത്തിയ നാട്ടുകാർക്കും ഒക്കെ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു അലി. അപ്പോൾ അവർ എന്തായാലും തൽക്കാലം ഒരു ആശ്വാസം എന്ന് നമുക്ക് പറയാൻ പറ്റൂ. പക്ഷേ സുധീർ പറഞ്ഞതൊക്കെയും ആശങ്കയുള്ള കാര്യങ്ങളാണ്. നിർഭയം നമ്മുടെ രാജ്യത്ത് മതത്തിൽ വിശ്വസിക്കാനും ആ മതം പ്രചരിപ്പിക്കാനും ആ മതത്തിൽ ആചാരം നടത്താനുമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് 2026 ഒരു വേദനയായിട്ട് മാറാതിരിക്കട്ടെ സുധീറും ജാസ്മിനും